യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ രേവതി എന്ന നമ്മുടെ രണ്ടാമത്തെ മലയാളം ടാരോ റീഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവരും എന്താ പറയുക, ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഓണമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു തിരക്കിലായിരിക്കാം, ഔട്ടിങ്ങിലായിരിക്കാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ആശങ്കയുണ്ട്. നിന്നെയും നമ്മുടെ പ്രണയബന്ധത്തെയും സംരക്ഷിക്കുവാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു? ആ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ കിട്ടിയ കാർഡ്സ് കംപ്ലീറ്റ് ആയിട്ട് റാൻഡം ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ ലെറ്റ് us ഡു ദ റീഡിങ്. സോ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം എന്താണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന എനർജീസ്. പ്ലാന്റിങ് സംതിങ് ന്യൂ ആണ്. എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എന്താ പറയുക, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ല, ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയണമെന്നും, ഇപ്പോൾ നിങ്ങളായിട്ട് ഉള്ള ഈ ഒരു കണക്ഷനിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ പേഴ്സണ് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീർത്തും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ്. പുതിയതായിട്ട് എന്തെങ്കിലും സൃഷ്ടിക്കണം, പുതിയതായിട്ടുള്ള ഒരു രീതി ഉണ്ടാക്കിയെടുക്കണം, പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം. ഇപ്പോൾ നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിൽ അത് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുതരണം, നിങ്ങൾ ഇംപ്രസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഈ വ്യക്തിക്ക് എപ്പോഴും ഉള്ളത്. അല്ലാതെ ഈ റിലേഷൻഷിപ്പ് ബോറിംഗ് ആണെന്നോ, ബോറായിട്ടുള്ളൊരു സംഭവമാണെന്നോ, അല്ലെങ്കിൽ ഇത് മതിയായി പോയെന്നോ അങ്ങനത്തെ ഒരു എനർജി അല്ല ഈ പേഴ്സണ് ഉള്ളത്. ഓക്കെ, അത് മാത്രമല്ല ഈ കാർഡ് മുഴുവനായിട്ട് കാണിക്കാൻ പറ്റില്ല. ഹനുമാൻജീനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് നമുക്കറിയില്ല, യൂട്യൂബിൻ്റെ ഒരു ഇത്, അതുകൊണ്ടാണ് കേട്ടോ, വേറൊന്നും ആയിട്ടില്ല. സോ മേ ബി ഇവിടെ ഹനുമാൻ ചാലീസ ജപിക്കുന്ന ആൾക്കാരുണ്ടാകാം. അതുപോലെ ഉഗ്രം വീരം നരസിംഹസ്വാമിയുടെ ഒക്കെ ജപിക്കുന്ന ആൾക്കാരുണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടായാലും നിങ്ങൾ വളരെയധികം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകാം. ഇവിടെ ഉറപ്പായിട്ടും സറണ്ടർ ടു ദ ഡിവൈൻ ആണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളെ തേടി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഒരു ദൈവം നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ കംപ്ലീറ്റ്ലി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഓഫറിംഗ് ആയിട്ട് തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടത്തില്ല. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചോളൂ, പക്ഷെ ആ ഒരു കാര്യം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ കിട്ടത്തില്ല. കുറച്ച് വൈകിയായിരിക്കാം, ചിലപ്പോൾ കുറച്ച് നേരത്തെ ആകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങളെ തേടി വരും, നിങ്ങൾക്കൊരു ഓഫർ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് മസ്റ്റായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഹനുമാൻജിയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ കേർണിനോസ് ആണ്. എക്സ്പ്രസ് യുവർ ഡ്രൈവിംഗ് പാഷൻ, സെൻഷ്വൽ ആൻഡ് ദ പവേഴ്സ് ആർ ഇൻക്രീസ്ഡ് എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളെയും നിങ്ങൾക്ക് ഈ പേഴ്സണോടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു സാന്നിധ്യം അത് നിങ്ങൾക്ക് എവിടെ നിന്നായാലും എന്ത് ചെയ്തുകൊണ്ടായാലും നിങ്ങൾക്കത് സെൻസ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് ഈ പേഴ്സൻ്റെ കോള് വരണം, മെസ്സേജ് വരണം, അല്ലെങ്കിൽ നേരിട്ട് കാണണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ ഈ പേഴ്സൺ പ്രത്യക്ഷപ്പെടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ആ ഒരു സ്പിരിച്വൽ എനർജിയാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ ദ മൂൺലൈറ്റ് ആണ്. അപ്പോൾ മൂൺലൈറ്റ് എന്ന് പറയുമ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ചന്ദ്രന്റെ ഒരു ദശ വെച്ചിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കൂടുതലും എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നത്. കാരണം ഇപ്പോൾ പൗർണമി ആണെങ്കിലും അമാവാസിയിലാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള എനർജി നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ പൗർണമിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അമാവാസിയിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. എന്താണോ നിങ്ങളുടെ ആ ഒരു മനസ്സിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ കുറച്ചും കൂടി എഫക്റ്റ് കൂടിയിട്ട് നിങ്ങളെ അത് ബാധിക്കും. ഇപ്പൊ ചെറിയ രീതിയിലുള്ള ഒരു സന്തോഷം മാത്രമേ നിങ്ങൾക്കുള്ളൂവെങ്കിൽ അത് നല്ല രീതിയിലുള്ളൊരു സന്തോഷമായി മാറും. അങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു എനർജിയും കൂടിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം, തിരിച്ചറിഞ്ഞിട്ടില്ലായിരിക്കാം. ഉറപ്പായിട്ടും ചന്ദ്രന്റെ ആ ഒരു ആദ്യ പാദം അല്ലെങ്കിൽ പകുതി വരുന്ന ആ ഒരു പാദമുണ്ട്, അവസാന പാദമുണ്ട്. ആ ഒരു എനർജി വെച്ചിട്ടാണ് നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും സംരക്ഷിക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷെ എങ്കിൽ പോലും അത് എന്താ പറയുക, ശത്രുക്കൾ ചില സമയത്ത് അത് കീഴ്പ്പെടുത്തി കളഞ്ഞു എന്നാണ് പറയുന്നത്. ഹോപ്പ് ഐ ഹാവൻ ഗിവൻ അപ്പ് ഓൺ അസ് യെറ്റ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ഹോപ്പ് തന്നിട്ടില്ലായിരിക്കാം. ചിലപ്പോൾ ഈ പേഴ്സൺ പോലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം, എനിക്ക് ഉറപ്പൊന്നുമില്ല ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആക്കാൻ പറ്റുമെന്ന്. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം, ഞാൻ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാം, പക്ഷെ എനിക്ക് ഉറപ്പൊന്നും തരാൻ പറ്റില്ല എന്ന് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചില സമയങ്ങളിൽ ഈ റിലേഷൻഷിപ്പ് പോകുന്നത് ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലേക്കാണ്, ഒരു തരത്തിലും പ്രതീക്ഷയില്ലാത്തൊരു രീതിയിലേക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത്. പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ ഓഫറിങ്സ് ആണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ അടുത്ത് കൊണ്ടുതരാൻ ആഗ്രഹിക്കുന്നത് ഒരവസരം തന്നെയാണ്. കാരണം എപ്പോഴും ഈ പേഴ്സൺ ആണെങ്കിലും ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുതരാൻ ആഗ്രഹിക്കുന്നതും നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നതും ഓഫറിങ്സ് തന്നെയാണ്. അതായത് ആ ഒരു അവസരം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു അവസരം ലഭിക്കാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാം ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ടൊന്നും താല്പര്യപ്പെടുന്നില്ല, ഈ റിലേഷൻഷിപ്പ് എങ്ങനെ പോയാലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ അതൊന്നുമല്ല സത്യസന്ധമായിട്ടുള്ള കാര്യം. ഈ വ്യക്തിക്ക് നിങ്ങൾ വേണം, അതിന് വേണ്ടിയിട്ടുള്ള ഓഫറിങ്സ് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്രത്തോളം പരിശ്രമിച്ചു അതേ ലെവലിൽ തന്നെ ഈ പേഴ്സൺ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, എവിടെയും ഗിവ് അപ്പ് ചെയ്യാൻ ഈ പേഴ്സൺ തയ്യാറല്ല. ബൈ ലൈങ് റിപ്റ്റ് us apart എന്നാണ്. കാരണം ഈ റിലേഷൻഷിപ്പിൽ പറ്റാത്ത ചില ആൾക്കാർ വന്നിട്ടുണ്ട്. അത് തേർഡ് പാർട്ടി ആകാം, നിങ്ങളുടെ വാക്കിൽ പറയുകയാണെങ്കിൽ ശത്രുക്കളാകാം. പക്ഷെ അവരുടെ സൈഡിലും അവരുടെ ഭാഗത്തും ഈ പേഴ്സണ് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതും നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം അവരുടെ ഭാഗത്തും ഈ പേഴ്സണ് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത് ചിലപ്പോൾ അവരുടെ ഭീഷണിപ്പെടുത്തലായിരിക്കാം, അവരുടെ ഡിമാൻഡിങ് ആയിരിക്കാം, ചിലപ്പോൾ അവരെ ആശ്രയിച്ച് നിൽക്കേണ്ടി വരുന്ന സാഹചര്യമായിരിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സണ്, അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ചില കള്ളങ്ങൾ പറയേണ്ടി വന്നിട്ടുണ്ട്, ചില നുണകൾ പറയേണ്ടി വന്നിട്ടുണ്ട്, ചില ഇല്ലാക്കഥകൾ പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സന്റെ ആ ഒരു മനസാക്ഷി, ആ ഒരു മനസാക്ഷി എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് തറച്ച് കയറിയിട്ടുണ്ട്. കാരണം ഈ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്ന കാര്യമില്ല നിങ്ങളുടെ അടുത്ത് കള്ളം പറയണം എന്നുള്ളത്. പക്ഷെ സിറ്റുവേഷൻ ഡിമാൻഡ്സ്, സാഹചര്യം അത്രയും ഒരു ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ഈ പേഴ്സൺ അത് ചെയ്യേണ്ടി വന്നത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അത് തെറ്റ് തന്നെയാണ്, അതും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്, ഇതിലിപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഈ പേഴ്സൺ ആണെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ധൈര്യമാണ്. ധൈര്യമാണ് ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. കാരണം ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും പേടിച്ച് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ പേഴ്സന്റെ വഴിയിൽ, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം.
അപ്പോൾ അങ്ങനെ രണ്ടുപേരും രണ്ടുപേരുടെ വഴിയിൽ ആ ഒരു സേഫ് ആയിട്ടുള്ള സോൺ നോക്കിയിട്ട് സേഫ് പ്ലേ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സേഫ് ആയിട്ട് നിൽക്കുന്നു, റിസ്ക് എടുക്കാൻ തയ്യാറല്ല, പേടിച്ച് നിൽക്കുന്നു. അപ്പം അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അങ്ങനെ നിൽക്കേണ്ടവരല്ല. ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടുപേരും കളത്തിലിറങ്ങി പെർഫോമൻസ് ചെയ്യാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പം അതിൽ ഈ വ്യക്തി മാത്രം തൻ്റെ ഇടത്തോടെ നിന്നിട്ട് കാര്യമില്ല, നിങ്ങൾ മാത്രം നിന്നിട്ടും കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ധൈര്യത്തോടെ നിന്ന് നേരിടണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ പറയുന്നത്. ഹാർട്ട് ബ്രേക്ക് ഈസ് എ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ എക്സ്പീരിയൻസ്, ഇറ്റ് വിൽ പാസ്. യെസ്, ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പേഴ്സൺ കള്ളം പറഞ്ഞതാകാം, ഈ പേഴ്സൺ നിങ്ങളെ മാറ്റി പറഞ്ഞതാകാം, തള്ളി പറഞ്ഞതാകാം, മിണ്ടാതിരിക്കുന്നതാകാം. എന്തൊക്കെയാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെന്നല്ല ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് ബ്രേക്ക് ആണ്, മനസ്സിനെ വേദനിപ്പിക്കും അല്ലേ? ഹൃദയം തകർന്നു പോകുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ആണ്. പക്ഷെ എങ്കിൽ പോലും അതെല്ലാം മാറിപ്പോകും, അതെല്ലാം ഹീലായി പോകും എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഓക്കെ, അത് മനസ്സിൽ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല, അത് പറയാൻ എളുപ്പമാണെന്ന് അറിയാം. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം തന്നെ ഹീലാക്കാനാണ് ഈ പേഴ്സൺ പറയുന്നത്. മനസ്സിൽ നിന്നും വിട്ടുകളയാനാണ് ഈ വ്യക്തി പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ വിഷമിക്കുന്നത് ഈ പേഴ്സൺ അത്രത്തോളം ഇഷ്ടമല്ല. കാരണം ഓൾറെഡി ഈ പേഴ്സൺ ഒരുപാട് തെറ്റുകൾ നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നല്ലൊരു നിർബന്ധമുണ്ട്, നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകരുത്, നിങ്ങൾ ഇറിറ്റേറ്റഡ് ആകരുത് എന്നുള്ളൊരു രീതി. ആൻഡ് ഓൾസോ ദ ലെറ്റർ ജെ, ഖത്തർ, ടീച്ചർ, നമ്പർ 5, നമ്പർ 10, നവംബർ, 333, ബോഡി ഷേപ്പ്, തിരുവോണം നാള്, കാർത്തിക നാള്, കണ്ണ് സ്പെഷ്യലായിട്ട് കാണിക്കുന്നു, ഇമ്മച്ചുവേർഡ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, കോൾ ചെയ്യണ്ട. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.